സ്നേഹമുള്ളൊരു മറ്റൊരു വിഷയമാണ്. ചില കരുതി ഒരു ചേട്ടൻ പറഞ്ഞാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പള്ളിയിൽ എന്താ വരാത്ത, പള്ളി വരണം കേട്ടോ. ഇപ്പോഴെല്ലാം കോവിഡിന് മുമ്പാണ്, പള്ളിയിലൊക്കെ വരണം കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ പള്ളി വരുന്ന പലരേക്കാളും മെച്ചമാണ് അച്ഛനറിയാമോ, എല്ലാ മാസവും ഞാൻ 70 ബിരിയാണി അനാഥാലയത്തിൽ കൊടുക്കണുണ്ട്. ഞാൻ എത്ര പേർക്കാണ് അച്ഛൻ സഹായിക്കുന്നത് അറിയാം. അച്ഛൻ അറിയാത്തതുകൊണ്ടാണ് കാര്യം. ഒത്തിരിയേറെ പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ അവർ കരുതുന്നു അവർ വിശുദ്ധരാണെന്ന്. സ്നേഹമുള്ളൊരു ചോദ്യം ഇതാണ്, കുറേ നന്മ പ്രവൃത്തി ചെയ്ത്, കുറേ പുണ്യപ്രവൃത്തി ചെയ്ത്, കിറ്റ് വിതരണം ചെയ്ത് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമോ? ഇതാണ് വിഷയം. ശ്രദ്ധിക്കണം, ഇവൻ വലിയ പരിഹാര പ്രവൃത്തികളൊന്നും ചെയ്തില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, പുണ്യപ്രവൃത്തികളൊന്നും ഇവൻ ചെയ്തില്ല. പക്ഷേ ഇവൻ പറുദീസായ്ക്കകത്തായി. കാരണം എന്താണെന്നറിയാമോ? സത്യസന്ധത. അവൻ അപ്പുറത്ത് കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പറ്റിപ്പോയി, കള്ളനാ, എന്നെ കൂടെ കയറ്റാവോ? ഇതിൻ്റെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹ്യൂമിലിറ്റി. ഹൈഡ് ചെയ്തില്ല, മറച്ചു പിടിച്ചില്ല. പാപം ചെയ്തത് മുഖത്ത് നോക്കി പറഞ്ഞു പാപം ചെയ്തു. വ്യഭിചാരം ചെയ്തിട്ട് അതിനെ മറച്ചു പിടിച്ച് കൊണ്ടു നടന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാലത്തും നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടില്ല, ഡെലിവറൻസ് കിട്ടില്ല. ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്തിനാണ് നമുക്ക് ദൈവം തന്നത് എന്ന ഒരു ചോദ്യം, അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമുക്ക് നൽകിയത്? അഥവാ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? മുഖവരിയൊന്നും കൂടാതെ തന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി നമ്മിലേക്ക് വരികയില്ലായിരുന്നെങ്കിൽ നമുക്കത് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രേരണ കിട്ടില്ല, ബൈബിളിലും പറയില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മിൽ കൈമുതലാക്കാൻ പറ്റുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. അശുദ്ധാത്മാവ് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? അൺക്ലീൻ സ്പിരിറ്റ്സ്. അശുദ്ധാത്മാവ് വന്നാൽ ഉറപ്പാണ് അശുദ്ധി കൂടെ വരും. ചിലരെ നോക്കിയാൽ മതി, ഡ്രസ്സ് നോക്കിയാൽ മതി, മുറി നോക്കിയാൽ മതി, കയ്യിലിരിപ്പ് നോക്കിയാൽ മതി, കൂടെ നടക്കുന്നത് ആരാണെന്ന് മനസ്സിലാവും. അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്സ്. ഇൻഫേം സ്പിരിറ്റ്സ് ഉണ്ടല്ലോ, രോഗാത്മാക്കൾ. ഈശോ ഒരിക്കൽ ബധിരനും മൂകനുമായ ഒരുവൻ്റെ അടുത്ത് വന്നിട്ട് അവനിലെ പിശാചിനെ ശാസിച്ചു. ഉടനെ അവൻ സൗഖ്യമുള്ളവനായി. രോഗാത്മാവാണ് അവനെ ബാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം രോഗാത്മാവുണ്ടോ, രോഗം ഉണ്ടാകും. രോഗാത്മാവ് വന്നാൽ രോഗം പിടിവിടും. ഈവിൾ സ്പിരിറ്റ്സ് ആണോ വരുന്നത്? ദുഷ്ടാത്മാവാണോ വരുന്നത്? ചോര കണ്ടിട്ടേ അടങ്ങും. വഴക്കുറപ്പാണ്, കലഹം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് കിട്ടും? പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധി കിട്ടും, വിശുദ്ധി കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി മാത്രമാണ് ദൈവം നമുക്ക് ഈ ആത്മാവിനെ തരുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധി കിട്ടണം. സിമ്പിൾ ലോജിക്കാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തരുന്നത്, ദൈവം തരുന്നത്, പുതിയ നിയമത്തിൽ തരുന്നത് ഈ വിശുദ്ധ ജീവിതത്തിന്, ദ ഹോളിനെസ്, ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മളൊരു പാപം ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. പഴയ നിയമത്തിൻ്റെ രീതിയാണ്. കോവിഡ് കാലമാണ്. ഞങ്ങൾ ഈ പെരുന്നാട് പാലത്തിന് അതുവഴി പോയാൽ പോലീസ് അന്നേരം പിടിക്കും. സത്യവാങ്മൂലമില്ലെങ്കിൽ അന്നേരം ശിക്ഷയാണ്. ഞങ്ങളതുവഴി പോകുമ്പോൾ പലരെയും പിടിച്ചു നിർത്തിയിട്ട് പലരെ പറഞ്ഞു വിടും, ചിലരെ ഫൈൻ എഴുതി വിടും. ശിക്ഷയാണ്. ഇതാണ് പഴയ നിയമത്തിൽ. ഒരു പാപം ചെയ്താൽ ശിക്ഷ അന്നേരം ഉറപ്പ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൽ നമ്മളൊരു പാപം ചെയ്താൽ ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ ക്വാളിറ്റി കുറയും, ദ ലൈഫ്, നമ്മുടെ ആത്മശക്തി കുറയും. ജീവിതത്തിൽ ശിക്ഷയല്ല പ്രധാനം പുതിയ നിയമത്തിൽ, മറിച്ച് നമ്മുടെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവത്തിൻ്റെ ഈ സാദൃശ്യവും
ദൈവത്തിൻ്റെ രൂപം ഉണ്ടായിരുന്ന ഈ അവസ്ഥ മെല്ലെ 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 മങ്ങി 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 നമ്മൾ അവസാനം പിശാചിൻ്റെ രൂപത്തിലെത്തും. കാരണം പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് വിശുദ്ധിയുടെ ഈ ആത്മാവിനെ സ്വീകരിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്, ദ ഹോളിനെസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധി. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ചെറുപ്പക്കാരനെ നോക്കുക, അവന് ഡിഗ്രി ഇല്ലെങ്കിലും, അവന് അല്പം സൗന്ദര്യമില്ലെങ്കിലും, അവന് ഇത്തിരി പാവപ്പെട്ടവനാണെങ്കിലും, അവന് എല്ലാ തരത്തിലും തലങ്ങളിലും കുടുംബമഹിമയില്ലെങ്കിലും, പക്ഷെ അവന് വിശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അവൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അവന് വിശുദ്ധി ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്ക് തലയെടുപ്പുണ്ടാകാൻ, തളർന്നു പോകാതിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ശക്തിയാണ് വിശുദ്ധാത്മാവ്, പരിശുദ്ധിയുടെ ആത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടത് പരിശുദ്ധി നിറയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധിയിൽ നമ്മളെ നിറയ്ക്കട്ടെ, ആത്മശക്തി നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഈ വിശുദ്ധി കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ തീയായിട്ട്, കാറ്റായിട്ട്, പ്രാവായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തുമാകട്ടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മിൽ വിശുദ്ധി നിറയും. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് തീയാണെന്ന് വെക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. പൗലോസ് ശ്ലീഹ മാൾട്ട എന്നൊരു ദ്വീപിലെത്തി. മഴക്കാലമായതുകൊണ്ട്, തണുപ്പുള്ളതുകൊണ്ടും ആ നാട്ടിലുള്ളവർ പൗലോസ് ശ്ലീഹായെ അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ അവസാന പ്രേക്ഷിത യാത്രയാണ്. ആ യാത്രക്കിടയിൽ അദ്ദേഹം മാൾട്ട എന്നൊരു ദ്വീപിൽ അകപ്പെട്ടു. അവിടെ ഇങ്ങനെ കഴിയുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ പൗലോസ് ശ്ലീഹ ഇങ്ങനെ തണുത്ത് വിറയ്ക്കുന്നത് കണ്ടിട്ട് അവിടെ തീ കൂട്ടി, അവിടെ കിടന്ന കുറേ വിറകൊക്കെ അടുക്കി കൂട്ടി തീ കത്തിച്ച് തീ കായാൻ വിളിച്ചു. അങ്ങനെ പൗലോസ് ശ്ലീഹ ചെന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടും തണുപ്പ് മാറുന്നില്ല. അപ്പോൾ പൗലോസ് ശ്ലീഹ എന്ത് ചെയ്തു? അവിടെ കിടന്ന കുറേ ചുള്ളിക്കമ്പുകൾ എടുത്ത് ഈ തീക്കകത്തോട്ടിട്ടു. ഉടനെ ബൈബിൾ പറയാണ്, അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അണലി എടുത്ത് ചാടി. ഈ അണലി എടുത്ത് ചാടി പൗലോസ് ശ്ലീഹയുടെ കയ്യിൽ ചുറ്റി. ഇത് നമ്മൾ പറയുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഈ അണലിയുടെ കാര്യവും ചുള്ളിക്കമ്പിൻ്റെ കാര്യവും തീയുടെ കാര്യവും തീ കാഞ്ഞ കാര്യവും ഒക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രതീകാത്മകമാണ്. ഇതിന് പിന്നിൽ ഒരു മെസ്സേജ് ഉണ്ട്. പരിശുദ്ധാത്മാവ് തീയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അണലി പുറത്തു വരും. നമ്മുടെ മാംസത്തിലെ അണലികൾ, നമ്മളുടെ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന, പതുങ്ങിക്കിടക്കുന്ന അണലികൾ ഈ തീ അടിക്കുമ്പോൾ പുറത്ത് വരും. ഒരു പ്രതീകാത്മകമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്താണെങ്കിലും പരിശുദ്ധാത്മാവ് തീയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മിലെ പാപത്തിൻ്റെ മേഖലകൾ നിർവീര്യമായി മാറും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നാം അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആസക്തികൾ, അലസതകൾ, അഹങ്കാരങ്ങൾ, അരിശം, ആർത്തി എല്ലാം പുറത്തു വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമ്മൾ വിശുദ്ധരാകും. ഇതിനു വേണ്ടിയിട്ടാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് വളരെ ശക്തമായി ശിഷ്യന്മാർ, സ്ലീഹന്മാർ പഠിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകണം. ഹോളിനെസ് ഇൻ അവർ ലൈഫ്. ഇത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മൾ വിശുദ്ധരായി മാറണം. നമ്മൾ ശരീരത്തിൻ്റെ രോഗത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ ഒത്തിരിയേറെ ഫംഗസുകൾ, വൈറ്റ് ഫംഗസ്, ബ്ലാക്ക് ഫംഗസ് ഒക്കെ വന്ന് കേരളത്തിൽ വലിയ ക്ഷീണത്തിലും ക്ഷതത്തിലുമൊക്കെയാണ്. കോവിഡ് വന്ന് തന്നെ വളരെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ പല ആളുകളുമുണ്ട്.
എല്ലാവരും ഭയപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഈ രോഗത്തിൻ്റെ അവസ്ഥ ശരീരത്തിൽ ഇങ്ങനെ പിടിപെടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആളുകൾ എന്തുമാത്രം കോൺഷ്യസ് ആണെന്നറിയോ? ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് എവിടെ ഒരു മരുന്ന്, എവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഞ്ചിയൊന്നും ഇപ്പോൾ കിട്ടാറായി, അതുപോലെ ഇഞ്ചിയും നാരങ്ങായും ഒക്കെ പിഴിഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുപോലെ കോൺഷ്യസ് ആണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ രോഗമാണ് പാപം. നമ്മുടെ ജീവിതത്തെ, ആത്മാവിനെ പിടികൂടിയിരിക്കുന്ന രോഗത്തിൻ്റെ പേരാണ് പാപം. നമ്മൾ ഡോക്ടറോട് ചെന്നിട്ട് 2 രോഗത്തെക്കുറിച്ച് പറയുക. 3 രോഗമുണ്ട്. തലവേദനയുണ്ട്, പല്ലുവേദനയുണ്ട്, കൂടാതെ വയറ്റുവേദനയുണ്ട്. നമ്മൾ 2 രോഗമേ പറയുന്നുള്ളൂ, തലവേദനയുടെ കാര്യവും പല്ലുവേദനയുടെ കാര്യവും. വയറ്റുവേദന അത് സാരമില്ല. സ്നേഹമുള്ളവരെ, കുറേ കഴിയുമ്പോൾ ഈ രോഗം നമ്മളെ കീഴ്പ്പെടുത്തും, നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തും, കീഴ്മേൽ മറിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപം എന്ന് പറയുന്നത്. അതിനാൽ നമ്മൾ ഈ ദിവസത്തെ ഗൗരവത്തോടെ എടുക്കണം. ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു സൗഖ്യം, പൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവുകയുള്ളൂ. ഒരുപക്ഷെ ഈ വിഷയം നമുക്ക് അത്ര കണ്ട് രസകരമാകണം എന്നില്ല. കാരണം വിശുദ്ധിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, ഒന്നാമത് ഇതൊരു ഔട്ട്ഡേറ്റഡ് വിഷയമാണ്, 2 ഇത് ഒത്തിരി കേട്ട വിഷയമാണ്. പക്ഷേ സ്നേഹമുള്ളവരെ, ഇത് കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല, ആർക്കും ദൈവത്തെ ദർശിക്കാനാവില്ല. അതിനാൽ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അല്പം കൂടി ഗൗരവത്തോടെ എടുക്കണമെന്ന് ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. ഹെബ്രായർ 12-14 തിരുവചനം പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ആർക്കും വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ആർക്കും വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. നമ്മുടെ ദൈവവിളി തന്നെ, ഇപ്പം എന്നെ വിളിച്ചിരിക്കുന്ന പോലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവവിളി തന്നെ വിശുദ്ധിയിലേക്കാണ്. അതാണ് തെസ്സലോനിക്കർക്കുള്ള ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പൗലോസ് പറയുന്നത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഇത് വളരെ സാരമായ ഒരു കാര്യമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, പല ആളുകളും ഇന്ന് വളരെ അശുദ്ധിയിലാണ്. 95% ആൾക്കാരും അശുദ്ധിയിലാണ് ജീവിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം, അശുദ്ധിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10 മിനിറ്റ് സമയം നമ്മുടെ കൂടെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നത് കരുതി, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മുടെ കൂടെ ഇരുന്നു എന്ന് കരുതി അവരെല്ലാം വിശുദ്ധരായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് കരുതരുത്. അശുദ്ധിയുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അവിടെയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുൻപിൽ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത്. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് എത്ര പേരുണ്ട് എന്നുള്ളതാണ് വിഷയം. എനിക്കറിയാം, ധാരാളം ആളുകൾ അശുദ്ധിയുടെ, അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, ഈ അശുദ്ധിയുടെ വഴികളിലൂടെ നടക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൻ്റെ ആ നന്മകൾ, ചെയ്യാവുന്ന നന്മകളൊന്നും ചെയ്യാൻ പറ്റാതെ തകർന്നു പോകുന്ന പല കുടുംബങ്ങളെ അറിയാം, വ്യക്തികളെ അറിയാം. അപ്പം അതുകൊണ്ട് ഈ ഒരു മുഖവുരയോടുകൂടിയാണ് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ നമ്മുടെ ദൈവം സങ്കടപ്പെടുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സങ്കടം, മനോവേദന ദൈവം പറയുന്നുണ്ട്. ദൈവം മനോവേദന അനുഭവിച്ചിട്ട് ഹൃദയവേദനയോട് പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ, ഞാൻ സൃഷ്ടിച്ച എൻ്റെ മക്കള്, അവരുടെ ഹൃദയം ദുഷിച്ചുപോയി. വചനം ഇങ്ങനെയാണ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് അശുദ്ധി. അതിനാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ക്ഷണിക്കണം. ജീവിതം വിശുദ്ധമായാൽ, ജീവിതം തലയെടുപ്പോടെ, ഞാൻ പറയുന്നില്ല സങ്കടം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നില്ല, വേദന ഉണ്ടാകത്തില്ലെന്ന് പറയുന്നില്ല, ജീവിതത്തിൽ രോഗമുണ്ടാകത്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ഈ രോഗത്തിനിടയിലും കോവിഡിനിടയിലും ഈ തകർച്ചകൾക്കിടയിലും തലയെടുപ്പോടെ നീ ഈ പ്രതിസന്ധി അതിജീവിക്കും. എപ്പോഴാണെന്നറിയാമോ? ഇഫ് യു ആർ ഹോളി.
ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താ വിശുദ്ധി? എന്താ വിശുദ്ധി? പലരും കരുതിയിരിക്കുന്നത്, ഞാൻ 2-3 ഉദാഹരണം പറയുകയാണ്. പലരും കരുതിയിരിക്കുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ വിശുദ്ധരാകും, നന്നായിട്ട് പ്രാർത്ഥന അറിയാം എന്നാൽ കരുതിയാൽ വിശുദ്ധരാകുന്നു വരുന്നവരുണ്ട്. മണ്ടത്തരമാണ്, തെറ്റിദ്ധാരണയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അതിനകത്ത് 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ ഫരീസയൻ, മറ്റേയാൾ ചുങ്കക്കാരൻ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പള്ളിക്ക് പുറത്തായി, മറ്റവൻ പള്ളിക്കകത്തായി. പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചവനെ ദൈവം പറഞ്ഞു പൊക്കോളം പറഞ്ഞു. പ്രാർത്ഥിക്കാത്തവനെ ദൈവം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയല്ല വിശുദ്ധി. ഇങ്ങനൊരു നീതിയുണ്ട്. ഇതെന്ത് നീതി എന്ന് ചോദിച്ചേക്കാം. 24 മണിക്കൂറും പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങളെക്കാൾ മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗത്തിലെത്തും. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്തൊരു നീതി? ഫുൾ ടൈം ഞങ്ങൾ സിനഗോഗിൽ, ഫുൾ ടൈം ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ, ഫുൾ ടൈം ഞങ്ങൾ ദേവാലയ കാര്യങ്ങളിൽ ഇടപെടൽ, ഫുൾ ടൈം ഞങ്ങൾ ദൈവിക കാര്യങ്ങളിലാണ് ചർച്ച, പക്ഷേ ഞങ്ങൾ പുറത്ത്. ഇതെന്ത് നീതി? ഈശോ പറയാണ് മത്തായി 5:20, നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് വിശുദ്ധരാകണമെന്നില്ല. ഫുൾ ടൈം പ്രാർത്ഥനാ ജീവിതം നയിച്ചു എന്നതുകൊണ്ട് വിശുദ്ധരാകണം എന്നില്ല. രണ്ടാമതൊരു കാര്യം, വചനമറിയാം, നന്നായിട്ട് വചനം അറിയാം. ഈ കാലത്ത് വചനത്തിൻ്റെ ഭയങ്കര മത്സരത്തിലാണ്. എല്ലാവരും ബൈബിൾ എഴുതുകയാണ്, കയ്യെഴുത്ത് പ്രതികൾ എഴുതുകയാണ്, ബൈബിൾ വചനം എഴുതി ഇങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല വീടുകളിലും ചെന്നാലും വചനം കാണാപ്പാടാണ്. ഇപ്പോഴും വളരെ സൂക്ഷിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിനകത്ത് വല്ല വചനം തെറ്റിയാൽ ഉടനെ നമ്മുടെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ പറയും, അച്ഛാ ബൈബിൾ പഠിച്ചിട്ട് വല്ലതും എന്ന് പറയണമെന്ന് പറയും. വചനം എല്ലാവർക്കും നന്നായിട്ടറിയാം, വചനം നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അങ്ങനെ വചനമറിയാവുന്നവരാണ് വിശുദ്ധരെങ്കിൽ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വിശുദ്ധർ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വചനപ്രഘോഷകർ, ഏറ്റവും നന്നായിട്ട് തിയോളജി കൈകാര്യം ചെയ്യുന്നവർ കേരളത്തിലുണ്ട്. വചനമറിയാവുന്നവരാണ് വിശുദ്ധരെങ്കിൽ എന്തുമാത്രം ദൈവവചനം പഠിക്കുന്ന നാടാണെന്നറിയാമോ കേരളം? കേരളത്തിലായിരിക്കണമായിരുന്നു ഏറ്റവും കൂടുതൽ വിശുദ്ധർ. കാരണം ഇത്രമാത്രം ചാനലുകളിൽ ദൈവവചനം സംസാരിക്കുക. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. തെറ്റിയാൽ അന്നേരം തിരുത്താൻ അറിയാവുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ ബൈബിൾ ഒരല്പം തെറ്റി എന്ന് കരുതി ഇത്ര കണ്ട് ബേജാറാകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ അഥവാ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ ഒരു വാക്ക് അങ്ങ് തെറ്റിപ്പോയി, അതിന് ഇത്ര കിടന്ന് ചൂടാകേണ്ട കാര്യം? നമ്മൾ ഈശോയുടെ ജീവിതം എടുക്കുക. ഈശോ ഒരിക്കൽ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഒരിക്കൽ വിളഞ്ഞു കിടന്ന ഒരു വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി തിന്ന്, വെറുതെ കൗതുകത്തിന് തിന്നല്ല, പട്ടിണിയാ, വിശപ്പ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരമ്പത്ത് നിന്ന ഫരീസേരും നിയമജ്ഞരും പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. ഈശോ ഒരു ഉപമ പറഞ്ഞത് 1 സാമുവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. ആ വാക്യങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഈ പാവപ്പെട്ട ശിഷ്യന്മാരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ദാവീദ് പണ്ട് വിശന്നപ്പോൾ ദേവാലയത്തിൽ കയറി ഭക്ഷണം കഴിച്ചാരും അറിയാമോ? അന്ന് അവിടുത്തെ പുരോഹിതൻ ആരായിരുന്നു അറിയാമോ? അബിയാഥാർ പുരോഹിതനായിരുന്നപ്പോഴാണ് ദാവീദ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിള് വായിച്ചാൽ പഴയ നിയമത്തിൽ അബിയാഥാർ ആയിരുന്നില്ല അന്നത്തെ പുരോഹിതൻ. ഈശോ തിരുവചനം വ്യാഖ്യാനിച്ചാണ്, പഴയ നിയമത്തിലെ കൊട്ടേഷൻ എടുത്താണ്. പക്ഷേ ഈശോ പറഞ്ഞത് അബിയാഥാർ മഹാപുരോഹിതനായിരുന്നപ്പോൾ ദാവീദ് ഇങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ട? അന്നത്തെ പുരോഹിതൻ ആരായിരുന്നു എന്ന് 1 സാമുവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അഹിമലേക്കാണ്. അഹിമലേക്ക്. എൻ്റെ ചോദ്യം ഇതാണ്, കർത്താവ് വചനം പ്രസംഗിച്ചപ്പോൾ തെറ്റിപ്പോയി. പഴയ നിയമത്തിലെ കൊട്ടേഷൻ എടുത്തപ്പോൾ, ദൈവവചനമാണ്, തിരുവചനമാണ്, യഹൂദനത് തെറ്റാൻ പാടില്ല, ഇത് തെറ്റിപ്പോയി. വല്ലതും സംഭവിച്ചോ?
വരമ്പത്ത് നിന്ന് അവർ പറഞ്ഞു കാണും, അവന് ബൈബിളൊന്നും അറിയത്തില്ല. പക്ഷെ ഇതല്ല വിഷയം. പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ഈ പൊട്ടന്മാരായ പോഴന്മാരായ ശിഷ്യന്മാരെ പൊതിഞ്ഞു പിടിക്കുന്നതിൻ്റെ വ്യഗ്രതയിൽ ബൈബിൾ ഇത്തിരി തെറ്റട്ടെന്നേ, പോട്ടെന്നേ. ബൈബിൾ ഉച്ചരിച്ചതിനകത്ത് ഒരല്പം തെറ്റൊക്കെ വരുത്തി. പക്ഷെ വിഷയം അതിനേക്കാളും മെച്ചപ്പെട്ട വേറെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത്, വചനം അറിയാം എന്നതുകൊണ്ട്, ബൈബിൾ കാണാപ്പാഠം പഠിച്ചു എന്നതുകൊണ്ടൊന്നും നമ്മൾ വിശുദ്ധരാകണം എന്ന് ഇല്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ വിശുദ്ധൻ പിശാചായിരിക്കണമായിരുന്നു. ഈശോയുടെ പ്രലോഭന സമയത്ത് സാത്താൻ വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ മണ്ടയ്ക്കുന്ന് ചാട്. ഏത് വചനമാണ് പിശാച് ഉപയോഗിച്ചതെന്നറിയാമോ? 91-ാം സങ്കീർത്തനം. നമ്മളെല്ലാം കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന 91-ാം സങ്കീർത്തനം ഉച്ചരിച്ചുകൊണ്ട് സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കാത്തുകൊള്ളുവാൻ മാലാഖമാരുണ്ട്. ഉടനെ ഈശോ ചോദിച്ചോ, അത് ഏത് എഡിഷനിലാണ്? അത് മലങ്കര കത്തോലിക്ക, അത് തിരുവല്ല രൂപതയുടെ ബൈബിളിലാണ്, തിരുവനന്തപുരം രൂപതയുടെ, പത്തനംതിട്ട രൂപതയുടെ ബൈബിളിലാണ്? ഒന്നും ചോദിച്ചില്ലല്ലോ. ഏത് ബൈബിളിലാണെന്ന് ചോദിച്ചോ? ഇല്ല. ഈശോയ്ക്കറിയാം പിശാചിന് വചനം അറിയാം. പിശാചിന് വചനം അറിയാം. പക്ഷേ വചനം അറിയാവുന്നത് കൊണ്ട് പിശാചിൻ്റെ ജീവിതത്തിൽ ഗുണപരമായ വല്ല മെച്ചമുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ബൈബിൾ വേണ്ടെന്നല്ല, വചനം വേണ്ടെന്നല്ല. സ്നേഹമുള്ളവരെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് ബൈബിളിൽ നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചു, പള്ളിയിലിരുന്നു, വചനമറിയാം. മറ്റൊരു കാര്യമാണ് ചിലർ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്, ധാരാളം വരങ്ങളുള്ള സിദ്ധികളുള്ള ആളുകൾ അവരൊക്കെ വിശുദ്ധരാണെന്ന് തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ അല്ല. ഈശോ വളരെ വ്യക്തമായി പറയുന്ന ഒരു സംഭവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, കർത്താവേ കർത്താവേ എന്നെന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് പറയുകയാണ്, അന്ന് പലരും വന്ന് എന്നോട് ചോദിക്കും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തി. ഉടനെ കർത്താവ് പറയാണ്, എപ്പോഴായിരുന്നു ചോദിച്ചോ? അല്ല, ഏത് മാസമായിരുന്നത്? അല്ല, അന്ന് ഞാൻ കലണ്ടറിൽ നോക്കട്ടെ, ശരിയാണോ? ഈശോ ചോദിച്ചില്ല. എന്താ കാര്യം എന്നറിയോ? ഇതെല്ലാം സത്യമാണ്. ഈശോ ഒന്നും നിഷേധിക്കില്ല. ഈശോയുടെ നാമത്തിൽ എല്ലാം നടക്കുന്നുണ്ട്. വരങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ. പക്ഷേ അകത്ത് കയറുക എന്നുള്ളത് വേറൊരു വകുപ്പാണ്. ഈ സ്വർഗത്തിലേക്ക് കയറുക എന്നുള്ളത് വേറൊരു വകുപ്പാണ്. വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് ആർക്കും ദൈവത്തെ ദർശിക്കാനാവില്ല. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളൊരു മറ്റൊരു വിഷയമാണ്. ചില കരുതി ഒരു ചേട്ടൻ പറഞ്ഞാണ്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, പള്ളിയിൽ എന്താ വരാത്ത? പള്ളി വരണം കേട്ടോ. ഇപ്പോഴെല്ലാം കോവിഡിന് മുമ്പാണ്, പള്ളിയിലൊക്കെ വരണം കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ പള്ളി വരുന്ന പലരേക്കാളും മെച്ചമാണ് അച്ഛൻ അറിയാമോ? എല്ലാ മാസവും ഞാൻ 70 ബിരിയാണി അനാഥാലയത്തിൽ കൊടുക്കണുണ്ട്. ഞാൻ എത്ര പേർക്കാണ് അച്ഛൻ സഹായിക്കുന്നത് അറിയാം. അച്ഛൻ അറിയാത്തതുകൊണ്ടാണ് കാര്യം. ഒത്തിരിയേറെ പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ അവർ കരുതുന്നു അവർ വിശുദ്ധരാണെന്ന്. സ്നേഹമുള്ളൊരു ചോദ്യം ഇതാണ്, കുറേ നന്മ പ്രവൃത്തി ചെയ്ത്, കുറേ പുണ്യപ്രവൃത്തി ചെയ്ത്, കിറ്റ് വിതരണം ചെയ്ത് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമോ? ഇതാണ് വിഷയം. ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ പറയുന്ന സുന്ദരമായൊരു പാഠമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവിടെ ഒരു മനുഷ്യൻ ശമയോൻ പരദേശികളായി നടന്ന യേശുവിനെ ശിഷ്യന്മാരെയും കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ പട്ടിണി നടക്കാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ഫുഡ് തരാമെന്ന് പറഞ്ഞു. അതൊരു വലിയ റിസ്ക്കാണ്. ഈശോയെ വിളിച്ചാൽ കുറഞ്ഞത് 500 പേരെങ്കിലും വരും. ഏതായാലും ഇവരെല്ലാം വിളിച്ച് നല്ലൊരു സദ്യ, നാട്ടിൽ കിട്ടാവുന്ന മട്ടനും ചിക്കനും ഒക്കെ വെച്ച് നന്നായി ശമയോൻ ഒരു ഫുഡ് ഒരുക്കി. എല്ലാവരെയും വിളിച്ച് നല്ല ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ കുപ്രസിദ്ധയായൊരു ചേച്ചി വന്ന് നാർദീൻ തൈലവുമായി വന്ന് ഈശോയുടെ പാദത്തിലിരുന്ന് കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് ഇങ്ങനെ ആകെപ്പാടൊരു ഷോ. ഈ കാഴ്ച കണ്ട് സഹി കെട്ടിട്ട് ശമയോൻ അടുക്കളയിൽ ചെന്നിട്ടൊരു ഡയലോഗ് പറഞ്ഞു. പ്രവാചകനാണ് പോലും, പ്രവാചകൻ
അത്രേ പറഞ്ഞുള്ളൂ. പ്രവാചകനാണ് പോലും. പ്രിയപ്പെട്ടവരെ, ഈശോ അവനെയും വിളിച്ചു, ശമോൻ. അപ്പോൾ അവിടെ നിന്നിട്ട് ഏയോ ഗുരു ദാ വരുന്നു. ഓടി വന്നു. അതാണ് ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത്, ഫാൻസി ഡ്രസ്സ്. ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഗുരു? ശമോനെ, നല്ല പോത്തായിരുന്നു, നല്ല താറാവായിരുന്നു, കരിമീനും നല്ലായിരുന്നു, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് മോശമാണ്. എൻ്റെ ശമോനെ, ഞാൻ ഈ പെങ്കൊച്ചിനെ കണ്ട കാഴ്ച നിനക്കില്ലാതായിപ്പോയല്ലോ ശമോനെ. ശമോനെ, ഈ ഫുഡൊന്നും അല്ല പ്രധാനം, ഈ പരോപകാര പ്രവൃത്തി ഒന്നും അല്ല പ്രധാനം. ശമോനെ, ഈ ജീവകാരുണ്യ പ്രവൃത്തി കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കയ്യിലിരിപ്പ്, നിന്റെ മനസ്സ്, ദ ഹോളിനെസ് ഓഫ് യുവർ ഹാർട്ട്, ഇത് വളരെ പ്രധാനമായിട്ടാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ഇതൊരു ക്യാരക്ടറാണ്. അത് മനസ്സിലാക്കാൻ വളരെ സുന്ദരമായ ഒരു പാഠമുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പാഠമാണ്. ഒന്ന് വായിക്കാമോ ബിനോയ്ച്ചൻ? യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, 6, 7, 8 വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. വളരെ പ്രധാനപ്പെട്ടതായ ഒരു ആശയം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ചെറിയ കൂട്ടിനകത്തൊരു ചെന്നായും ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞാടിനെയും ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ വളരട്ടെ എന്ന് കരുതിയാണ് വൈകിട്ട് കൊണ്ടിട്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആര് കാണും? ഒരാളെ കാണും. പക്ഷെ ബൈബിൾ പറയുകയാണ് അങ്ങനല്ല, രണ്ടുപേരും കാണും. എന്താ കാര്യം? പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടി കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. എന്താ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ചെന്നായിയുടെ ക്യാരക്ടർ ആട്ടിൻകുട്ടിയുടെ ക്യാരക്ടർ അല്ല. ചെന്നായി മട്ടനെ കഴിക്കൂ, ആട്ടിൻകുട്ടി മുരിങ്ങിക്കാ തിന്നും. പക്ഷേ ബൈബിൾ പറയാണ് ഇത് രണ്ടും ഒന്നിച്ച് കിടക്കുമെന്ന്. അപ്പൊ എവിടെയോ വ്യത്യാസം സംഭവിച്ചു, എവിടെയോ ഒരു മാറ്റം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ചെന്നായിയുടെ ക്യാരക്ടർ മാറി. ചെന്നായി തീരുമാനിച്ച് ഇന്ന് മുതൽ എനിക്ക് വെജിറ്റബിൾസ് മതി. ഇതിൻ്റെ പേരാണ് വിശുദ്ധി, ഹോളിനെസ്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറണം. ഇതാണ് പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഇത് കിട്ടാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നാം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ പാപങ്ങളുടെയും നാരായ വേര് എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ്നെസ് ആണ്. നമ്മുടെ എല്ലാ പാപങ്ങളുടെയും അശുദ്ധിയുടെയും അടിത്തറ എന്ന് പറയുന്നത് അവർ പ്രൈഡ്, അഹന്ത. ഈ അഹന്തയുടെ പുറത്തു നിന്നാണ് എന്നിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം ഞാൻ നയിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അശുദ്ധരായി മാറുന്നത്. ബൈബിളിൽ കുറേ പാപം ചെയ്ത് കൂട്ടിയതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് നമ്മുടെ ക്യാരക്ടറിനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വളരെ ശ്രദ്ധയോടിരുന്നാലേ ഇത് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ പരിശുദ്ധാത്മാവിനെ നാം ക്ഷണിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിലേക്കാണ്, ക്യാരക്ടറിലേക്കാണ്. എല്ലാവർക്കും ആഗ്രഹമാണ്. എന്താണ്? എളിമ വേണം. എളിമപ്പെട്ട് ജീവിക്കണം. ചെയ്തത് തെറ്റായിപ്പോയി, പാടില്ലായിരുന്നു, പറ്റിപ്പോയി, അല്പം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, അല്പം ക്ഷമിച്ചിരുന്നെങ്കിൽ, ഒന്നും മാറി നിന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടതിനെ. പക്ഷെ പറ്റണില്ല. നിങ്ങൾക്കറിയാമോ എളിമപ്പെടാൻ എന്താ ഏറ്റവും നല്ല വഴിയെന്നറിയാം? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് റിമൈനിങ് ഹംബിൾ? ഇതാണ് ക്രിസ്ത്യ ജീവിതം. സീക്രട്ട് ഓഫ് റിമൈനിങ്
ഹംബിൾ. ഈ ഭൂമിയിലെ ഏറ്റവും എളിമയുള്ള ഒരുവൻ്റെ കൂടെ നടക്കാൻ ശീലിക്കുക. ഈ ഭൂമിയിലെ ഏറ്റവും വിനയമുള്ള എളിമയുള്ള ഒരാളിൻ്റെ കൂടെ നടക്കാൻ ശീലിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എളിമ കിട്ടും. അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നസ്രത്ത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ. ഇതാണ് നമ്മുടെ വിശുദ്ധിയുടെ അടിത്തറ. നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ഈ എളിമയുടെ ഏറ്റവും അടിസ്ഥാന കാതൽ എന്ന് പറയുന്നത്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, സത്യസന്ധത ഉണ്ടാകുമെന്നുള്ള. എളിമയുള്ളവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എളിമയെന്ന് പറയുന്നത് ചെരിപ്പിടാതെ നടക്കുന്നതല്ല. എളിമയെന്ന് പറയുന്നത് കീറിയ തുണി ഉടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ പേരല്ല എളിമ. ചിലർ തല താഴ്ത്തിയേ നടക്കൂ. ഇതല്ല എളിമ. എളിമയെന്ന് പറഞ്ഞാൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു സത്യസന്ധത, ഒരു നേര്, ഒരു നെറി. ഇതാണ് എളിമ. ബൈബിൾ ഇതാണ് പഠിപ്പിക്കുന്നത്. പുതിയ നിയമം ഇതാണ് പഠിപ്പിക്കുന്നത്. ഞാനത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരാധന പൂർത്തിയാക്കുകയാണ്. സ്നേഹമുള്ളവരെ, എളിമ എന്ന് പറയുന്നത് സത്യസന്ധത. നിങ്ങൾക്കറിയാമോ, 2 അലഗറി നമുക്കെടുക്കാം. ഒന്ന് നല്ല കള്ളൻ, 2 ആദ. 2 പേരും പറുദീസായുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെട്ടതാണ്. ആദാം പറുദീസായ്ക്കകത്തായിരുന്നു, നല്ല കള്ളൻ പറുദീസായ്ക്ക് പുറത്തായിരുന്നു. പക്ഷേ കഥയുടെ അവസാനം നല്ല കള്ളൻ പറുദീസായ്ക്കകത്തായി, ആദാം പറുദീസായ്ക്ക് പുറത്തായി. കാരണം എന്താണെന്നറിയാമോ? ഹോണസ്റ്റി, സത്യസന്ധത. നല്ല കള്ളന് ഒറ്റ ഗുണമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. നല്ല കള്ളന് കുമ്പസാരിച്ചിട്ടില്ല. നല്ല കള്ളൻ അവൻ കൊലപാതകം നടത്തി വീട്ടിൽ ചെന്നിട്ട് സോറി പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം. നല്ല കള്ളൻ മോഷണം നടത്തിയ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ നല്ല കള്ളൻ തെറി വിളിച്ചവരോട് ചെന്ന് ക്ഷമ ചോദിച്ചിട്ടില്ല. ഈ നല്ല കള്ളൻ ഈശോയെ തെറി വിളിച്ചുകൊണ്ട് കിടന്നവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഈ നല്ല കള്ളനും ഈശോയെ പരിഹസിച്ചിരുന്നു. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 പേരും ഈശോയെ നിന്ദിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു. പക്ഷെ ഇവൻ പറുദീസയ്ക്കകത്തായി. ശ്രദ്ധിക്കണം. ഇവൻ വലിയ പരിഹാര പ്രവൃത്തികളൊന്നും ചെയ്തില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, പുണ്യപ്രവൃത്തികളൊന്നും ഇവൻ ചെയ്തില്ല. പക്ഷേ ഇവൻ പറുദീസയ്ക്കകത്തായി. കാരണം എന്താണെന്നറിയാമോ? സത്യസന്ധത. അവൻ അപ്പുറത്ത് കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പറ്റിപ്പോയി, കള്ളനാ, എന്നെ കൂടെ കയറ്റാവോ? ഇതിൻ്റെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹ്യൂമിലിറ്റി. ഹൈഡ് ചെയ്തില്ല, മറച്ചു പിടിച്ചില്ല. പാപം ചെയ്തത് മുഖത്ത് നോക്കി പറഞ്ഞു, പാപം ചെയ്തു. വ്യഭിചാരം ചെയ്തിട്ട് അതിനെ മറച്ചു പിടിച്ച് കൊണ്ടു നടന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാലത്തും നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടില്ല, ഡെലിവറൻസ് കിട്ടില്ല. മോഷണം നടത്തിയിട്ട് അതിനെ ഒളിച്ചു പിടിച്ച് കൊണ്ടു നടന്നാൽ സെൽഫ് ഡിസെപ്ഷൻ, ആത്മവഞ്ചന. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, പുതിയ നിയമത്തിൽ പറയുന്നത്, ഈശോ നമ്മളോടുള്ള ബന്ധത്തിൽ ആദ്യമേ ആഗ്രഹിക്കുന്നത് സത്യസന്ധതയാണ്. അത് കഴിഞ്ഞിട്ടേ പാപപ്രവൃത്തിയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ മാനസാന്തരമുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പാപങ്ങളെ കുറിച്ചുള്ള വെറുപ്പുള്ളൂ, എന്തുമാകട്ടെ. പക്ഷെ ആദ്യമേ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നീ സത്യസന്ധനാണോ? ആദാമിൻ്റെ ജീവിതം എടുത്തു നോക്കി. ആദാം പാവം പറുദീസയ്ക്കകത്തായിരുന്നു. ആദാമിനോട് ദൈവം വന്നിട്ട് ഒരു 1 വേർഡ് ചോദ്യം ചോദിച്ചു, നീ പഴം പറിച്ചോ? മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നു. ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ഇട്ടാൽ മതിയായിരുന്നു. യെസ് എന്നുള്ളിടത്ത് ടിക്കിട്ടിരുന്നെങ്കിൽ ആ ശങ്കർ പോയനെ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദാം എന്ത് ചെയ്തെന്നറിയാമോ? 2 കോളവും അങ്ങ് വിട്ടു. അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി, എനിക്ക് തന്ന ഭാര്യ. അതിൻ്റെ അടി പിന്നെ എഴുതാൻ തുടങ്ങി, അതേ നീയും വെറുതെ, അതിൻ്റെ കുറ്റക്കാരൻ നീയും, ഞാൻ മാത്രമല്ല നീയും കൂടാണ്, നീ എനിക്ക് തന്ന ഭാര്യ, ഞാൻ മാത്രമല്ല ഇതിന് കാരണം, നീയും കൂടാ. ഒടുവിൽ ചെറിയ അക്ഷരത്തിൽ സ്മോൾ ലെറ്ററിൽ ആദാം എഴുതി, ഞാൻ പഴം തിന്നു. പ്രിയപ്പെട്ടവരെ, കറങ്ങി തിരിഞ്ഞു വന്നപ്പം ആദാം പുറത്ത്.
ഇത്രയുള്ള വിഷയം. പറുദീസായുടെ അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ സത്യസന്ധതയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ സത്യസന്ധതയോടെ നിന്നാൽ ആത്മനിറവ് നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ താഴ്മയോടെ നിൽക്കുക, വിനയത്തോടെ എളിമയോടെ നിൽക്കുക, ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ വചനം സുന്ദരമായൊരു വചനമാണ്. അതിന് തൊട്ട് മുമ്പ് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം ഈ ഭൂമിയിൽ എതിർക്കുന്ന ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ, അഹങ്കാരം, ഞാനെന്ന ഭാവം. പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ ദൈവം എതിർക്കും. നമ്മളെ എതിർക്കുന്നത് ആളുകളല്ല, നമ്മളെ എതിർക്കുന്നത് സമൂഹങ്ങളല്ല, വീട്ടുകാരല്ല, നാട്ടുകാരല്ല. നമ്മളെ എതിർക്കുന്നത് ദൈവം തന്നെയാണെങ്കിൽ അതിൽ പരമൊരു അപകടം വേറെയില്ല. ദൈവം നമ്മളെ എതിർക്കും. ദൈവം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ എതിർക്കും. എപ്പോഴാണെന്നറിയാമോ? അഹങ്കാരത്തിൻ്റെ മത്തു പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എതിർക്കാൻ തുടങ്ങും, ദൈവം നമ്മളെ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ആ പണ്ട് തൊട്ടേ പാടുന്ന കേരളത്തിലെ പാട്ടുണ്ടല്ലോ, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യുകയോ. താണ നിലത്ത്, ഈ താണ നിലത്ത് നിങ്ങളറിയാമോ, വെള്ളം മൂളിൽ നിന്ന് ഒഴുക്കിയാൽ ഏറ്റവും ആദ്യമേ വെള്ളം ചെന്ന് വീഴുന്നത് ഏറ്റവും താണടത്താണ്. ഈ താണ നിലം അവിടെ ഇരുന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട, ദൈവമേ കൃപ തരണേ, ദൈവമേ വെള്ളം തരണം, പ്രാർത്ഥിക്കൊന്നും വേണ്ട. എപ്പോൾ കൃപ പൊട്ടാൻ തുടങ്ങിയോ, എപ്പോൾ കൃപ ഒഴുകാൻ തുടങ്ങിയോ, ഏറ്റവും ആദ്യമേ കൃപ വന്ന് വീഴുന്നത് താണ നിലത്തായിരിക്കും. പ്രത്യേക പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ സ്നേഹമുള്ളവരെ ഈ ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുക, വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധരെല്ലാം വിശുദ്ധരായത് ഈ സെൽഫ് ഡിനയൽ, നമ്മുടെ അഹത്തെ ഇല്ലാതാക്കാൻ പരിശീലിപ്പിച്ചു. എളിമയുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? എളിമയുണ്ടോ എന്നറിയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സത്യസന്ധരാണോ എന്ന് ചോദിച്ചാൽ മതി. സത്യസന്ധരാണ്. വിശുദ്ധരായ പലരുടെയും ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് മദർ തെരേസ നമ്മൾ ഓർക്കും, ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടോ? മദർ തെരേസ 40-ാമത്തെ വയസ്സിൽ ദൈവത്തോട് കയറി കയർത്ത്, ദൈവത്തോട് നോക്കി പറഞ്ഞു, ഗോഡ് യു ആർ എ ഫെയിലിയർ, നീ ഒരു പരാജയമാണ് ദൈവമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം സ്വാഭാവികമായിട്ടും മദർ തെരേസയെ നോക്കിയിട്ടുണ്ടാകും. മദർ തെരേസൻ്റെ കാരണം പറഞ്ഞതാണ്, ഈ തെരുവിൽ അനേകര് ദരിദ്രനായി കഴിയുമ്പോൾ, പട്ടിണികളായി ഇവിടെ കിടന്ന് മരിക്കുമ്പോൾ, പുഴുവരിച്ച് നടക്കുമ്പോൾ നീ മിണ്ടുന്നില്ല, നീ ഉത്തരം തരുന്നില്ല. അതുകൊണ്ട് ദൈവമേ നീ ഒരു പരാജയമാണ്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നീ പരാജയപ്പെട്ടെടുത്ത് ജയിക്കും. സ്നേഹമുള്ളവരെ, ഈ വെല്ലുവിളി ഉണ്ടല്ലോ, ഈ സത്യസന്ധത, ഈ ആത്മാർത്ഥത ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. നിങ്ങൾക്കറിയാമോ, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സമൃദ്ധമായിട്ടുള്ള കോൺഗ്രിഗേഷനിൽ ഒന്നാണ് മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ. നമുക്കതറിയാം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ തലയെടുപ്പോടെ നേരിടും. മുഖാമുഖം നേരിടുന്നതിൻ്റെ പേരാണ് എളിമ, സത്യസന്ധത. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ ശരിയാണോ? വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു ഡയറി എഴുതിയിരുന്നു കൊച്ചു ത്രേസ്യമ്മ. വിശുദ്ധ കൊച്ചു ത്രേസ്യ എഴുതിയ ഡയറിയുടെ അവസാനത്തെ 6 പേജ് അവിടുത്തെ മദർമാർ പ്രസിദ്ധീകരിച്ചില്ല. നിങ്ങൾക്കതറിയാമോ? അവസാനത്തെ 6 പേജ്. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോകും. സത്യസന്ധമായിട്ട് കൊച്ചു ത്രേസ്യമ്മ എഴുതി വെച്ചിരുന്ന 6 പേജിലെ രത്ന ചുരുക്കം ഇതാണ്: Now I am tormented by the worst temptation of atheism. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയാണ് പറയുകയാണ്, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ദൈവമുണ്ടോ എന്ന് സംശയമാണ്. സത്യസന്ധമായി നമ്മൾക്ക് ഒരു സംശയമില്ലല്ലോ, നമ്മളിതൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയത നാം പള്ളിക്കകത്ത് അടച്ചുപൂട്ടി എല്ലാവരേക്കാളും കേമന്മാരാണ് എന്ന ധാരണയിൽ നടക്കുമ്പോൾ മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒട്ടും വളരില്ല.
എന്തുകൊണ്ടാണ് പലരും ആത്മീയ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. They lost their sincerity. സത്യസന്ധത നഷ്ടപ്പെട്ടു. ദൈവം മുമ്പാകെ പാപം ചെയ്തെങ്കിൽ ദൈവമേ ഐ എം സോറി എന്ന് ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ഒരുതരം ഹിപ്പോക്രസിയിൽ, കപടതയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം അപകടമാണ്. ഒരുപക്ഷെ വലിയ വീടും സൗകര്യവും പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആത്മാവ് നശിച്ചു പോയാൽ അതുകൊണ്ട് എന്തു ഫലം? ആത്മാവ് നശിച്ചു പോയാൽ അതുകൊണ്ട് എന്ത് ഫലം? അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേര് നിറി ദൈവത്തോട് തുറന്ന് പറയാനുള്ളൊരു ആത്മാർത്ഥത നമുക്കുണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് നിറയാനുള്ള അടിസ്ഥാന വഴി. പരിശുദ്ധാത്മാവ് പാട്ടുപാടി 3-ാമത്തെ സ്റ്റാൻസായിൽ ദാ വരുന്നു വരുന്നു എന്ന് കരുതുന്നതൊക്കെ ഒരുതരം ഫോൾസ് ടീച്ചിങ് ആണ്. അങ്ങനെ ഒത്തിരി കപടതകളൊക്കെ നമ്മൾ ആത്മീയതയുടെ ലോകത്തുണ്ട്. അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ഇഫ് യു ഹാവ് എ ഹോളി ഹാർട്ട്, സിൻസിയർ ഹാർട്ട്, ഇഫ് യു ഹാവ് ഹ്യൂമിലിറ്റി, യഥാർത്ഥ എളിമ, സത്യസന്ധത ജീവിതത്തിലുണ്ടോ? നമുക്ക് ഇൻക്രിമെൻ്റ് കിട്ടി, 2000 രൂപയുടെ കൂടുതൽ, വലിയ സന്തോഷം, ദൈവത്തിന് നന്ദി പറഞ്ഞു, വേണേ ഒരു കുർബാനയും ചൊല്ലിച്ചു, ശരിയാ, നല്ല കാര്യം. പക്ഷേ അതേപോലെ നമ്മുടെ വീട്ടിലെ വേലയ്ക്ക് നിൽക്കുന്നവൾക്ക് അതിൻ്റെ ഒരു ഓഹരി ഇൻക്രിമെൻ്റ് കൊടുത്തോ ഇല്ലയോ? ഇതാണ് ജീവിത വിജയം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ഇതാണ് സത്യസന്ധത. ഇതാണ് നേര്. ഇതാണ് നീതി. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ അല്പം ചോദ്യം ചെയ്തു എന്നതുകൊണ്ടോ, സംശയിച്ചു എന്നതുകൊണ്ടോ, നമ്മൾ സന്ദേഹം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ടോ, ദൈവത്തിൻ്റെ മുൻപാകെ പാപം ഏറ്റുപറഞ്ഞു എന്നതുകൊണ്ടോ, ഗോഡ് ഈസ് നോട്ട് ഒഫൻഡഡ് വെൻ യു സേ ദ ട്രൂത്ത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് ഈസ് നെവർ ഒഫൻഡഡ് വെൻ യു സേ ദ ട്രൂത്ത്. സത്യം നീ പറയുമ്പോൾ ദൈവത്തിന് ഒരിക്കലും എതിർപ്പുണ്ടാവില്ല. ദൈവം ഭാഗ നേരോടെ നെറിയോടെ ജീവിച്ചാൽ ദൈവം കയ്യിലെടുത്ത് സൂക്ഷിക്കും. ഇതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അങ്ങനെ ജീവിക്കുന്ന വിരലിലെണ്ണാവുന്ന ആളുകളുണ്ട്. ഒരു വലിയ സമൂഹം നശിച്ചു പോകരുത്. ഒരു പക്ഷേ നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, നമ്മൾ കൊലപാതകം ചെയ്യുന്നില്ല, സത്യമാണ്. പക്ഷേ ഹൃദയത്തിൽ നേര് ഉണ്ടോ? നമ്മിൽ പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. സെൽഫ് ഡിസെപ്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസെപ്ഷൻ ഇൻ അവർ ലൈഫ്. ബിസിനസ്സിൽ പങ്കാളിയെ പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നതിനേക്കാളും ദാമ്പത്യ ബന്ധത്തിൽ ദമ്പതികൾ തമ്മിലുള്ള അവിശ്വസ്തതയെക്കാളും വലിയ അവിശ്വസ്തതയെക്കുറിച്ചാണ് 1 യോഹന്നാൻ 1-ാം 8-9 ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മിൽ പാപം ഇല്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. പ്രിയപ്പെട്ടവരെ, ദൈവം ഈശോയുടെ കലഹം മുഴുവനും ആരോടായിരുന്നു എന്നറിയാമോ? ഫരീസയരോടായിരുന്നു. ഉടലിൽ പാളിപ്പോയ പെങ്കൊച്ചിനോട് പോലും ഈശോ ക്ഷമിച്ചു. ഉടലിൽ തെറ്റിപ്പോയ പാളിപ്പോയ പെങ്കൊച്ചിനോട് പോലും ഈശോ ക്ഷമിച്ചു. പക്ഷേ ഈശോയുടെ വഴക്ക് മുഴുവനും ഒറ്റ കാര്യത്തിനായിരുന്നു. ഫരീസയർ അവരോട് പറഞ്ഞു, നിങ്ങളായിരിക്കുന്നതിലും കൂടുതൽ സ്പിരിച്വൽ ആണെന്ന് നിങ്ങൾ നടിക്കുന്നു. ഇതാണ് വിഷയം. നമുക്കെല്ലാം ഒരേ വേവ് ലെങ്ത് അല്ല സ്പിരിച്വാലിറ്റിയിൽ. നമ്മൾ കരുതും പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേ വേവ് ലെങ്ത്. നോ, അങ്ങനല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളായിരിക്കുന്നത് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മളായിരിക്കുന്നതിലും കൂടുതൽ സ്പിരിച്വൽ ആണെന്ന്, വിശുദ്ധരാണെന്നുള്ള ഈ നാട്യങ്ങൾ, അതാണ് ടു ബി സംതിങ് ദാറ്റ് they were not. ഇതാണ് ഈശോ എപ്പോഴും അവരെ ചോദ്യം ചെയ്തത്. ഇതാണ് ഈശോയ്ക്ക് കലഹത്തിൻ്റെ കാരണമായി മാറിയത്. അതിനാൽ ന്യായീകരണം, പാപത്തെ പല പേരിട്ട് വിളിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. പാപം പല പേരിട്ട് വിളിച്ചാലും പാപം പാപമല്ലാതാകുന്നില്ല, ആത്മാവിൻ്റെ നാശമായി മാറുന്നത്. പാപത്തെ ന്യായീകരിച്ചും നീതീകരിച്ചും പല പേരിട്ട് വിളിച്ചും നമ്മൾ കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആത്മീയതയിൽ 1 ഇഞ്ച് പോലും നമ്മൾ വളരില്ല. ഒരു ഇഞ്ച് പോലും നമ്മൾ വളരില്ല. ഒരു പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കാം. എന്നാലും ദൈവം നമ്മിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്.
ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. വളരെ വളരെ അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് കർത്താവ് പറയുന്നത്, കണ്ണ് നിനക്ക് ഇടർച്ച ഉണ്ടാക്കുന്നെങ്കിൽ കണ്ണ് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. എന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ട് ഈശോ പറയുന്നത്? വ്യഭിചാര ദുർഭൂതമാണത്, വ്യഭിചാര ദുർഭൂതമാണ്. അതിനാൽ ബി ഹോണസ്റ്റ്. കൊച്ചു ജീവിതമാണ്, ദൈവാത്മാവിനാൽ നിറയണം. കുറെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടോ, ബൈബിൾ വായിച്ചു എന്നതുകൊണ്ടോ, കുറേ പുണ്യപ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ടോ, കുറേ സിദ്ധികളും വരങ്ങളും പ്രാർത്ഥനാ പാഠവുമുണ്ട് എന്നതുകൊണ്ടോ, വചനപ്രഘോഷമുണ്ടതുകൊണ്ടോ ഒന്നും ദൈവാത്മാവ് നിറയില്ല. പലരും ചോദിച്ചേക്കാം, ഇത്രമേൽ ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ആത്മാഭിഷേകത്തിന് ശുശ്രൂഷകളാണ് നടക്കുന്നത്? ചാനൽ തുറന്നാൽ അറിയാം എന്തുമാത്രം ഗ്രൂപ്പുകളാണ് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്? ദ ഓൺലി റീസൺ, നിന്റെ സത്യസന്ധത ദൈവം നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 പറയാണ്, പ്രകാശത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധരായിരിക്കുക. നീ പ്രകാശത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്നൊക്കെ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഒറ്റ കാര്യമേ ഉള്ളൂ, യു ആർ സിൻസിയർ. ഇതായിരിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല. പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല. സ്നേഹമുള്ളവരെ, ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഒരു വിശുദ്ധയുടെ ജീവിതത്തിലേക്കാണ്. ഇവരെന്താണ് ചെയ്തതെന്നറിയാമോ? ഇവരുടെ ജീവിതത്തിൽ, വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ അവർ ചെയ്തൊരു കാര്യം, അവർ ഹൃദയത്തിൽ ഈശോയുടെ ഈ സാന്നിധ്യം, ദൈവ സാന്നിധ്യം കൊണ്ട് നടന്നു. അതിനുള്ള ഒറ്റ വഴിയെന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അതിന് വിളിക്കുന്ന പേരാണ് ദൈവഭയം. പഴമക്കാർ പറയും, പണ്ടത്തെ ദൈവഭയമൊന്നും ഇപ്പോഴില്ല. ദ ഫിയർ ഓഫ് ഗോഡ്. ഇതുണ്ടെങ്കിലേ സത്യസന്ധത ഉണ്ടാകൂ. സത്യസന്ധത ആർക്കും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സത്യസന്ധത കുറച്ച് നാൾ നമ്മൾ അഭ്യസിക്കാൻ ശ്രമിക്കും, പറ്റില്ല. അതിനുള്ള ഏക വഴി ബൈബിൾ പറയുന്നത് ദൈവഭയമുള്ളവരാകുക. എന്താ ദൈവഭയം? പഴയ നിയമത്തിൽ ആദ്യമേ ദൈവഭയത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 20 അവിടെ പറയുന്നത്, അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായും കൊണ്ട് ഒരു നാട്ടിലെത്തി. അവിടുത്തെ രാജാവ് സാറ സുന്ദരി ആയതുകൊണ്ട് അവളെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കാരണം കൊണ്ടുപോകാനൊരു കാര്യമുണ്ട്. അവർ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, ഇത് നിൻ്റെ ഭാര്യയാണോ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, പെങ്ങളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആഘോഷമായിട്ട് സാറായെ അങ്ങ് കൊണ്ടുപോയി. പക്ഷെ അന്ന് വൈകിട്ട് രാജാവിനും രാജകൊട്ടാരത്തിലുള്ളവർക്കെല്ലാം കുരുവും പരുവും ഒക്കെ ആയപ്പോൾ അവർ തിരിച്ചു വന്ന് ചോദിച്ചു, നീ എന്നാ കാണിച്ചേ? നീ എന്തിനാ കള്ളം പറഞ്ഞേ? ഇതിൻ്റെ ഭാര്യ തന്നെയല്ലയോ? ഉടനെ അബ്രഹാം ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാട്ടിലെ ആളുകൾ ദൈവഭയമില്ലാത്തവരാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ സെൻഷ്വൽ പ്ലഷേഴ്സിൽ ആരോടും ലൈംഗികമായി ബന്ധം, ആരുടെ തെറ്റായ കാഴ്ചകൾ, ഈ കാലത്താണെങ്കിൽ പൊർണോഗ്രഫി, ആരുമായിട്ടും വ്യഭിചാരത്തിൽ ഏർപ്പെടാനുള്ള, തിന്മയിൽ ഏർപ്പെടാനുള്ള ഒരു ലൈസൻസ് ഉള്ള ആളുകളുടെ പേര്, അവരെക്കുറിച്ച് ബൈബിൾ പറയുന്ന പേരാണ് ദൈവഭയമില്ലാത്തവർ. സ്നേഹമുള്ളവരെ, ദൈവഭയമാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിത്തറ. The presence of God with you always. ദൈവം കൂടെ ഉണ്ട് എന്നൊരു ബോധം, ഇതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ അടിത്തറ. ഇത് നമ്മുടെ ക്യാരക്ടർ മാറ്റും, ഇത് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ഇത് നമ്മൾ പരിശീലിക്കാൻ തുടങ്ങിയാൽ ഇത് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ഇല്ല എങ്കിൽ we are in a danger. ഇത് അപകടത്തിലാണ്, നമ്മുടെ ആത്മാവിൻ്റെ അപകടത്തിൽ. അതുകൊണ്ട് വിശുദ്ധരൊക്കെ ചെയ്തതെന്നറിയാമോ? ഈ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിച്ചു. ഒരിക്കൽ വിശുദ്ധ അമ്മ ത്രേസ്യ, നമുക്കറിയാം, സ്പെയിനിലെ ആവിലായിൽ, അവിടെ ഞാൻ പോയിട്ടില്ല, കണ്ട് ഉള്ളവർ പറഞ്ഞിട്ടുള്ള, അവിടെ ഒരു ഗോവേണിയുണ്ട്. ഗോവേണിയിൽ ഒരു ഉണ്ണീശോയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരു രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്.
അമ്മ ത്രേസ്യയോട് ഉണ്ണി ഈശോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭക്ഷണത്തിനുള്ള മണി അടിച്ചു. ഉടനെ അമ്മ ത്രേസ്യ ഉണ്ണീശോട് പറഞ്ഞു, അനുസരണത്തിൻ്റെ പേരിൽ, നിയമം അനുസരിക്കേണ്ടതിൻ്റെ പേരിൽ നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെന്ന്. അതാണ് ആ ചിത്രം. അങ്ങനെ അവിടെ ഉണ്ണീശോയുടെ രൂപമുണ്ട് ഇപ്പോഴും. എന്നാൽ ലിസ്യുവിലെ കൊച്ചു ത്രേസ്യാമ്മയുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ണീശോയുടെ അടുത്ത് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് മണിയടിച്ചു ഭക്ഷണത്തിനുള്ളത്. ഉണ്ണീശോയോട് കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല, ഈ ഭക്ഷണം ഞാൻ പരിത്യാഗമായിട്ടെടുക്കുന്നു, അതുകൊണ്ട് 10 ആത്മാക്കളെ രക്ഷിക്കണം. ഞാൻ സംസാരിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിനെ കുറിച്ചാണ്, ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് 10 ആത്മാക്കളെ രക്ഷിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ലൂർദിലെ വിശുദ്ധ ബർണഡീത്ത, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അഴുകാത്ത ശരീരവുമായിട്ടുള്ള വിശുദ്ധ ബർണഡീത്ത, മഠത്തിൽ ചേരുന്ന ദിവസങ്ങളിലൊന്നിൽ സുപ്പീരിയർ ചോദിച്ചു, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ അടുത്ത് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അനുസരണത്തെ പ്രതി ഉണ്ണീശോ അവിടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ പോയി അമ്മ ത്രേസ്യ. കൊച്ചു ത്രേസ്യ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഇവിടെ ഉണ്ണീശോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരുന്നു. നീ ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ബർണഡീത്ത പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ രണ്ടും ചെയ്യത്തില്ലായിരുന്നു. ധിക്കാരം. പരിശുദ്ധ അമ്മയൊക്കെ പ്രത്യക്ഷപ്പെട്ട ബർണഡീത്തയാണ്, അമ്മയൊക്കെ പ്രത്യക്ഷപ്പെട്ട എൻ്റെ അഹങ്കാരമായിരിക്കും കരുതി. പക്ഷേ ബർണഡീത്ത പുണ്യവതി ഇങ്ങനെ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ഉണ്ണീശോയെ ഞാൻ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം മുറി ചെന്നിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചേനെന്ന്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധരുണ്ട്. പാപം അവരുടെ മേൽ ഭരണം നടത്തുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം, എന്തെന്നാൽ അവർ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന് അവരുടെ മേൽ അവകാശമില്ല. The presence of God with them. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ കൊണ്ട് നടന്നാൽ പാപം നമ്മളെ തൊടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെന്ന് പറയുന്നത്. ഹോളി സ്പിരിറ്റ് നമ്മളോടൊപ്പം. സ്നേഹമുള്ളവരെ, ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ എടുക്കുകയാണ് ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ. നമ്മൾ ഈ സമയം ബർണ്ണബാസ് പിതാവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കും. ഈ സമയം നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി നമ്മൾ ചേർത്ത് വയ്ക്കും. ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ നിയോഗം വിശുദ്ധി ആയിരിക്കട്ടെ. നമുക്കിനിയും ഒരു തലമുറ വിശുദ്ധരായി ഉയർന്നെങ്കിൽ മാത്രമേ സഭയ്ക്കും സമൂഹത്തിനും നിലനിൽപ്പുള്ളൂ. പണക്കാരുണ്ട്, പ്രതാപക്കാരുണ്ട്, ഡിഗ്രിക്കാരുണ്ട്, അറിവുകാരുണ്ട്, പക്ഷേ വിശുദ്ധരുടെ എണ്ണം കുറയുന്നു. ആശങ്കയോടെ നാം കാണണം. കുടുംബത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ അശുദ്ധി തളം കെട്ടിയാൽ ദേശം നമ്മെ പുറത്താക്കും, ദേശം നമ്മെ പുറന്തള്ളും. അതിനാൽ അശുദ്ധരാകാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ പലരും പല ഉദാഹരണങ്ങൾ പറഞ്ഞേക്കാം. കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കുർബാനയില്ല, പ്രാർത്ഥനയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ സൂചിപ്പിച്ചു, ഇതൊന്നുമല്ല വിഷയം. ദൈവം മുൻപാകെ സത്യസന്ധരാകാൻ ഒരു തീരുമാനമെടുക്കാമോ? The Holy Spirit will come upon you. The Holy Spirit will dwell upon you. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പൊരുന്നയിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അടയിരിക്കും. നമ്മളെ വിരിച്ചെടുക്കും ഒരു പുതിയ ജീവനിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക്. ആഗ്രഹിക്കണം, അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒന്നും വേണ്ട, നിന്റെ ആത്മശക്തി വേണം. തലയെടുപ്പോടെ ഭൂമിയിൽ ജീവിക്കാനാവണം. ഏത് പ്രതിസന്ധിയിലും വിശുദ്ധിയുടെ ഒരു മുദ്ര കൊണ്ട് ജീവിക്കാനാവണം. ദ സീൽ ഓഫ് ഹോളിനെസ്, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.